എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ ബാബുവിനെ വരിഞ്ഞു മുറുക്കി വിജിലൻസ്. മക്കളുടെ ബാങ്ക് ലോക്കറിൽ നിന്ന് 117 പവൻ സ്വർണം കണ്ടെത്തി. ബിനാമി ബാബുറാമിന്റെ സ്വത്ത് വിവരങ്ങൾ പിടിച്ചെടുത്തു. ഭൂസ്വത്ത് തേടി അന്വേഷകർ തേനിയിലേക്ക്. ബാബുവിനെ തുണയ്ക്കാത്ത VM സുധീരന് ഹസന്റെ വിമർശനം. കെ മാണിക്കെതിരെ വീണ്ടും വിജിലൻസ് ത്വരിത പരിശോധന. സമൂഹ വിവാഹ പരിപാടിക്ക് അഴിമതി പണം ഉപയോഗിച്ചുവെന്ന പരാതി. കോഴപ്പണം കൊണ്ട് ആരെങ്കിലും സേവനം ചെയ്യുമോ എന്ന് മാണി. ബാറ്ററി നിർമ്മാണ യൂണിറ്റ് ഇളവ് നൽകിയെന്ന പരാതിയിലും മാണിക്കെതിരെ അന്വേഷണം. മലബാർ സിമന്റ്സ് MD പത്മകുമാർ അറസ്റ്റിൽ. ഫ്ലൈ ആഷ് ഇറക്കുമതിയിൽ ക്രമക്കേടുണ്ടെന്ന് വിജിലൻസ് കേസ്. മുത്തൂറ്റ് സ്ഥാപനങ്ങളിലെ റെയ്ഡിന്റെ വിശദാംശങ്ങൾ തേടി ആദായ നികുതി വകുപ്പിന് വിജിലൻസിന്റെ കത്ത്. ഭരണ പരിഷ്കരണ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് VS. വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് പ്രഖ്യാപിച്ചവരോട് ചോദിക്കണം. കാരണം എന്താണെന്ന് ഇത് പ്രഖ്യാപിച്ചവർ തന്നെയാണ് വിശദമാക്കേണ്ടത് എന്നറിയാമല്ലോ. നിങ്ങൾ അവരെ തന്നെ സമീപിക്കുക. സ്ഥാനം നേരത്തെ VS ഏറ്റെടുത്തിട്ടുണ്ടെന്ന് കോടിയേരി. സ്വാശ്രയ കരാറുകൾ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമെന്ന് KK ശൈലജ. അനാവശ്യ വിവാദത്തിലൂടെ അലോട്ട്മെന്റ് തടസ്സപ്പെടുത്തരുത്. പാവപ്പെട്ട കുട്ടികളുടെ പഠനം അവതാളത്തിലായെന്ന് പ്രതിപക്ഷം. പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ച് G20 ഉച്ചകോടിയിൽ നരേന്ദ്രമോദി. ദക്ഷിണേഷ്യയിലെ മുഴുവൻ ഭീകരതയും ഒരു കേന്ദ്രത്തിൽ നിന്ന്. തീവ്രവാദത്തിനെതിരെ ഒന്നിക്കണമെന്ന് ബ്രിക്സ് രാജ്യങ്ങളോട് മോദി. കശ്മീരിലെ സർവകക്ഷി സംഘത്തിന്റെ ദൗത്യത്തിന് അടിയന്തര ഫലമില്ല. ചർച്ച ബഹിഷ്കരിച്ചതിനെ ഹുറിയത്തിനെ വിമർശിച്ച് രാജ്നാഥ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് പിന്തുണ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി നോഡൽ ഓഫീസ് തുറക്കും. മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ധോണിയെ ചിത്രീകരിച്ചതിനെതിരായ കേസിൽ ക്രിമിനൽ നടപടികൾക്ക് സ്റ്റേ. ധോണിക്കെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് സുപ്രീംകോടതി റദ്ദാക്കി. മുൻ ധനമന്ത്രി K മാണിക്കെതിരെ വീണ്ടും വിജിലൻസ് അന്വേഷണം. കേരള കോൺഗ്രസ് സമൂഹ വിവാഹം നടത്തിയത് അഴിമതി പണം ഉപയോഗിച്ചാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതേസമയം ബാർ കോഴക്കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒക്ടോബർ 22-നകം സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2015-ലായിരുന്നു സമൂഹ വിവാഹം നടത്തിയത്. 150 വിവാഹങ്ങൾ നടത്തിയപ്പോൾ ഓരോ ദമ്പതികൾക്കും 5 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപ വീതവും കേരള കോൺഗ്രസ് നൽകിയിരുന്നു. ഈ സമൂഹ വിവാഹം അഴിമതിപ്പണം കൊണ്ടാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സർക്കാർ അഭിഭാഷകരെ നിയമിച്ചതിലും KSFയിലെ നിയമനങ്ങളിലും KM മാണി കോഴ വാങ്ങിയെന്നും ഈ പണമാണ് സമൂഹ വിവാഹത്തിന് ഉപയോഗിച്ചതെന്നും പൊതുപ്രവർത്തകനായ നവാസ് നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് അന്വേഷണത്തിന് ജഡ്ജ് A ബദറുദ്ദീൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ക്യാഷാണ് ഇതിന് ചെലവാക്കിയിട്ടുള്ളത് എന്ന് KM മാണി സാറിൻ്റെ ഒരു ബന്ധുവും കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൊല്ലം ജില്ലാ ഭാരവാഹിയുമായ ഒരാൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. KM മാണിക്ക് പുറമെ കേരള കോൺഗ്രസ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് വൈദ്യനെതിരെയും അന്വേഷണമുണ്ട്. അതേസമയം കോഴപ്പണം ഉപയോഗിച്ച് ആരെങ്കിലും സാമൂഹ്യ പ്രവർത്തനം നടത്തുമോ എന്നായിരുന്നു KM മാണിയുടെ പ്രതികരണം. ആരെങ്കിലും ഇതിന് പിന്നിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ പറയുന്നതാണ് അഴിമതി. ഇങ്ങനെയുള്ള ദുരാരോപണങ്ങൾ നടത്തുന്നവര്, ഫ്രിവലസ് ആയിട്ടുള്ള പെറ്റീഷൻസുമായിട്ട് നടക്കുന്ന ഇവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാർ. ഇതിനിടെ ബാർക്കോഴ കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒക്ടോബർ 22-നകം സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇതോടെ VS അടക്കമുള്ളവരുടെ തുടരന്വേഷണ ഹർജി കോടതി തീർപ്പാക്കി. അന്വേഷണം സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ പരാതിക്കാർക്ക് കോടതിയെ സമീപിക്കാമെന്നും ജഡ്ജി പറഞ്ഞു. ബാറുടമകളെ കേസിൽ പ്രതിചേർക്കണമെന്ന ഹർജി സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി തള്ളിയിട്ടുണ്ട്. റിപ്പോർട്ടർ തിരുവനന്തപുരം. അതേസമയം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി K ബാബുവിനെ വരിഞ്ഞു മുറുക്കി വിജിലൻസ്. ബാബുവിന്റെ മക്കളുടെ ബാങ്ക് ലോക്കറുകൾ വിജിലൻസ് സംഘം തുറന്ന് പരിശോധിച്ചു. 4 ലോക്കറുകൾ പരിശോധിക്കാൻ ബാക്കി നിൽക്കെ 117 പവൻ സ്വർണം കണ്ടെത്തി. ബാബുവിന്റെ ബിനാമി എന്ന് സംശയിക്കുന്ന ബാബുറാമിന്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷകർ കണ്ടെത്തി. ബാബുവിന്റെ തമിഴ്നാട്ടിലെ ഭൂസ്വത്ത് തേടി തേനിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. മുൻമന്ത്രി K ബാബുവിന്റെ ഇളയമകൾ ഐശ്വര്യയുടെ ബാങ്ക് ലോക്കറാണ് വിജിലൻസ് സംഘം പരിശോധിച്ചത്. കൊച്ചി വെണ്ണലയിലുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ശാഖയിൽ 4 മണിക്കൂറോളം സംഘം പരിശോധന നടത്തി. 117 പവന്റെ സ്വർണം ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നതായി വിജിലൻസ് കണ്ടെത്തി. ബാബുവിന്റെയും മക്കളുടെയും പേരിലുള്ള 4 ബാങ്ക് ലോക്കറുകൾ കൂടി ഇനിയും തുറക്കാനുണ്ട്. ഗോൾഡ് ഓർണമെന്റ്സ് ആയിരുന്നു. അതിലൊരു 117 സോവറിൻസ് ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് അത് അവിടെ വെച്ച് തന്നെ സീൽ ചെയ്തു. എത്ര ഫ്രീസ് ചെയ്തിട്ടുണ്ട്? ഇനി 4 കൂടി ഉണ്ട്. അതേസമയം ബാബുവിന്റെ ബിനാമി എന്ന് വിജിലൻസ് സംശയിക്കുന്ന ബാബുറാമിന്റെ സ്വത്തുവിവര പട്ടിക അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു. 41 ഇടങ്ങളിൽ ബാബുറാമിന് ഭൂമിയുള്ളതായി വിജിലൻസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബാബുറാം തന്നെ തയ്യാറാക്കിയ സ്വത്തുവിവര പട്ടികയാണ് വിജിലൻസിന് ലഭിച്ചത്. ബാബുറാമിന്റെ ബാങ്ക് ലോക്കറും വിജിലൻസ് പരിശോധിക്കും. K ബാബുവിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ തേനിയിലെ ഭൂമിയിടപാട് സംബന്ധിച്ച രേഖകൾ വിജിലൻസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. തമിഴിൽ ആധാരം എഴുതിയിട്ടുള്ളതിനാൽ മലയാളത്തിലേക്ക് ആധാരം പരിഭാഷപ്പെടുത്താനും വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി. ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കുമോ?
എഡിറ്റേഴ്സ് അവർ ചർച്ചയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി ലാലി വിൻസെന്റ് KPCC വൈസ് പ്രസിഡന്റ്, CPIM-നെ പ്രതിനിധീകരിച്ച് രാജു എബ്രഹാം MLA, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജും കേരള കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമ്പനും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും. ആദ്യം ശ്രീമതി ലാലി വിൻസെന്റ്, അഭൂതപൂർവമായ കാര്യക്ഷമതയോടുകൂടിയാണ് വിജിലൻസ് കെ ബാബുവിനെതിരെയുള്ള അഴിമതി കേസ് അന്വേഷണം നടത്തുന്നത്. ഒപ്പം കെ മാണിക്കെതിരെയുള്ള കേസും ഇതേ കാര്യക്ഷമതയോടുകൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒത്തുതീർപ്പുകൾക്കോ ഒത്തുകളിക്കോ യാതൊരു സ്കോപ്പുമില്ല എന്നർത്ഥം. സർക്കാരുകൾ മാറിയാലും ഇത്തരം കേസുകൾ വരുമ്പോൾ വിജിലൻസ് സംവിധാനത്തെ ഒന്ന് മെല്ലെയാക്കി കൊടുക്കുന്ന ശീലം അവസാനിക്കുകയാണ്. ആരൊക്കെ ഉപ്പ് തിന്നിട്ടുണ്ടോ അവരൊക്കെ വെള്ളം കുടിക്കും എന്ന അവസ്ഥയിലേക്ക് കേരളം വരികയാണോ? ഇല്ല, വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനെ കോൺഗ്രസ് പാർട്ടി എതിർത്തിട്ടില്ലല്ലോ. ശരിയായ രീതിയിൽ അന്വേഷണം നടന്നോട്ടെ. ശ്രീ കെ ബാബുവിനും മാണി സാറിനും അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം ലഭിക്കുമല്ലോ. പക്ഷേ ഇതേ ഗൗരവത്തിൽ തന്നെ ശ്രീ അച്യുതാനന്ദൻ്റെ മകൻ അരുണിൻ്റെ പേരിലുള്ള അന്വേഷണവും ചക്കിട്ടപ്പാറ ഇടപാട് സംബന്ധിച്ചുള്ള അന്വേഷണവും ഒപ്പം തന്നെ ലാവലിൻ്റെ പുനരന്വേഷണവും ഒക്കെ അന്വേഷണ വിധേയമായാൽ നല്ലതായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ പക്ഷം. അല്ല, അക്കാര്യത്തിൽ UDF ഭരിച്ചപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു ശ്രീമതി ലാലി വിൻസെന്റ്? വിജിലൻസ് ചക്കിട്ടപ്പാറ കേസിലാണെങ്കിൽ വിജിലൻസ് അന്വേഷിച്ച് എളമരം കരീമിനെ പ്രതി ചേർക്കാൻ തെളിവില്ല എന്ന ക്ലോഷർ റിപ്പോർട്ട് നൽകുകയാണ് ചെയ്തത്. VS അച്യുതാനന്ദന്റെ മകനുമായി ബന്ധപ്പെട്ട കേസുകളിലൊന്നും എന്തേ വിജിലൻസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല? പിന്നെ ലാവലിനാണെങ്കിൽ CBI ആണല്ലോ അന്വേഷിക്കുന്നത്. അന്വേഷണം ഏത് ഏജൻസിയാണെങ്കിലും ഈ ഭരണകൂടത്തിനും അതൊക്കെ അന്വേഷിക്കാമല്ലോ. UDF ഭരിച്ച സമയത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല നല്ല കാര്യങ്ങളും ചെയ്തപ്പോൾ UDF-ന് എതിരാളികളെ പ്രതിരോധിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം കൂടെ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ചർച്ചകളിലൂടെ അത് അന്വേഷിക്കുകയും ഇനി ഭരിക്കാനൊരു സാഹചര്യം ഉണ്ടായാൽ തിരുത്തുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിനും CBI-യെ ഉപയോഗിച്ചാണെങ്കിലും വിജിലൻസിനെ ഉപയോഗിച്ചാണെങ്കിലും ഈ കാര്യങ്ങൾ കൂടെ അന്വേഷിച്ച് ജനങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ള ധാർമ്മികതയുണ്ട്. അത് കേവലം മാണി സാറിലേക്കും കെ ബാബുവിലേക്കും മാത്രം നീണ്ട് ഇപ്പോഴത്തെ അഴിമതിപൂർണമായ ഭരണത്തെയും കൊലപാതകപൂർണമായ ഭരണത്തെയും ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാനും ശ്രദ്ധ തിരിച്ചുവിടാനുമുള്ള ഒരു വഴിയാക്കി മാറ്റരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓണം കേവലം ഒരു വ്യക്തിക്കെതിരെയുള്ള അന്വേഷണം എന്നുള്ള നിലയ്ക്കല്ല. കെ ബാബുവിനെതിരെ പരാതി വരുന്നു, അദ്ദേഹത്തിനെതിരെ മറ്റു പരാതികളും ഉണ്ട്. അക്കാര്യത്തിലും അന്വേഷണം നടക്കുകയാണ്. ബാർ ഉടമകളിൽ നിന്ന് പണം വാങ്ങി ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള ആരോപണത്തിൽ. കെ മാണിക്കെതിരെ ആണെങ്കിൽ ഇത് 5ാമത്തെ അന്വേഷണമാണ്. ഏറ്റവും ഒടുവിൽ ബാറ്ററി നിർമ്മാണ യൂണിറ്റുകാർക്ക് ഇളവ് കൊടുത്തു എന്ന കാര്യത്തിൽ വരുന്നത്. മറ്റു മന്ത്രിമാർ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് ആക്ഷേപം നേരിട്ട മന്ത്രിമാർക്കെതിരെ അന്വേഷണം വരുന്നുണ്ട്. അടൂർ പ്രകാശിനെതിരെ മറ്റൊരു ഈ ഭൂമിദാനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുണ്ട്. ഇങ്ങനെ മന്ത്രിമാരൊക്കെ പ്രതികളാകുന്ന വിജിലൻസ് കേസുകൾ വെറുതെ ഒരു ചടങ്ങ് മാതിരി അന്വേഷിച്ച് അവസാനിപ്പിക്കുക, റിപ്പോർട്ട് നൽകുക എന്ന സ്വഭാവം മാറി വളരെ അഗ്രസീവായി ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം അന്വേഷിക്കുകയാണ്. ഊരിപ്പോരാൻ പഴുതുകളില്ലാത്ത വിധം കൃത്യമായി പഴുതടച്ച് അന്വേഷണം നടന്നാൽ എന്തൊക്കെ മാറും കേരളത്തിൽ? കൃത്യമായി പഴുതടച്ച് അന്വേഷണം നടന്നാൽ ഇവരുടെ എല്ലാം നിരപരാധിത്വം തെളിയും. 2 വിവാഹിതരായ പെൺകുട്ടികളുടെ ലോക്കറിൽ നിന്ന് 117 പവൻ കിട്ടിയതാണോ അത്ര വലിയ കുറ്റമായി പറയുന്നത്? ശ്രീ കെ ബാബു 20 വർഷത്തിലധിക കാലമായി MLA ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബത്തിനും ഒക്കെയുള്ള ആസ്തികളും മക്കളെ വിവാഹം കഴിച്ച കുടുംബത്തിലുള്ള ആസ്തികളും ഒക്കെ അന്വേഷണ വിധേയമാകുന്നുണ്ടല്ലോ. സ്വാഭാവികമായും സത്യം പുറത്തു വരാനുള്ള സാഹചര്യമുണ്ട്. 117 പവന്റെ സ്വർണം ഒരു ലോക്കറിൽ നിന്ന് കിട്ടിയത് അഴിമതി മൂലമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാടിളക്കിയുള്ള അന്വേഷണമാണ്. കെ ബാബുവുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആളുകളുടെ അടുത്തൊക്കെ ഈ അന്വേഷണം ചെന്നെത്തുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കുന്നു. അതിനുശേഷം അവരുടെ ഭർത്തൃവീടുകളിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നു. ഇതൊക്കെ നല്ലത് തന്നെ, വലിയ ഹൈപ്പ് ഉണ്ടായിട്ട്. പക്ഷേ
വസ്തുതാപരമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് രാഷ്ട്രീയമായ വൈരനിര്യാതനമായി ആരോപിക്കപ്പെടും. ആ ബോധ്യം സർക്കാരിനുണ്ടോ? അല്ല, കെ ബാബുവിനെതിരായി ആക്ഷേപം വന്നത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴല്ല. ബിജു രമേശ് ബാർ ഉടമകൾ എല്ലാം ചേർന്ന് 10 കോടി രൂപ കെ ബാബുവിന് നൽകിയെന്ന മൊഴി UDF കാലഘട്ടത്തിലാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് നടന്നിട്ടുള്ള ത്വരിതാന്വേഷണം, ആ അന്വേഷണം പൊള്ളയായിരുന്നു എന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. അന്ന് അന്വേഷണം നടത്തിയ 3 DYSPമാർ, ഒന്ന് ശ്രീ ആന്റണി, ഒന്ന് ശ്രീ രമേശ്, ഒന്ന് നിശാന്തിനി, അവരുടെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതുവരെ വിജിലൻസ് അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 120 ഏക്കർ ഭൂമി അടക്കമുള്ള കാര്യങ്ങൾ, അത് ആർക്കും നിഷേധിക്കാനാവാത്ത കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ബിനാമികളുടെ പേരിൽ ഉള്ള വലിയ തോതിലുള്ള ഡിപ്പോസിറ്റുകളുടെ വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാം നിജസ്ഥിതി അന്വേഷിക്കുന്ന ഒരു തിരക്കിലാണ് ഇന്ന് വിജിലൻസ്. തീർച്ചയായും അതിന്റെ നിജസ്ഥിതി തന്നെയാണ് ശ്രീ രാജു എബ്രഹാം പ്രശ്നം. ഈ തേനിയിലെ 120 ഏക്കറിന്റെ കാര്യത്തിലാണെങ്കിൽ കെ ബാബു നിഷേധിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു മകളുടെ ഭർത്തൃപിതാവ് കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് കുറെ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു ഭൂമി ഇടപാടിനെ കുറിച്ചാണോ ഈ ചോദിക്കുന്നത് എന്ന് അദ്ദേഹം ആരായുന്നുണ്ട്. ബിനാമികളെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾ ഞങ്ങൾ മാന്യമായി ബിസിനസ് നടത്തിയാണ് ഈ പണം ഉണ്ടാക്കിയത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാതിരിയാണ് ഈ ബെൻസ് കാർ വാങ്ങിയത് സംബന്ധിച്ച ആരോപണവും. അപ്പോൾ ഇതിനൊക്കെ വസ്തുതാപരമായി മറുപടി പറയാൻ കെ ബാബുവിനും ഒപ്പം ഈ ആരോപിതരായ ആളുകൾക്കും കഴിയുന്നുണ്ടെങ്കിൽ വിജിലൻസ് എന്ത് കണ്ടിട്ടാണ് ഈ പടപ്പുറപ്പാടെന്ന സംശയം സ്വാഭാവികമായും വരും. വിജിലൻസിന് മറ്റ് മുൻവിധികളൊന്നുമില്ലാതെ കൃത്യമായി ഈ കാര്യത്തിൽ വസ്തുതകൾ ഉണ്ട് എങ്കിൽ മാത്രമല്ലേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ആ തരത്തിൽ യാതൊരു പ്രീതിയും പക്ഷപാതവും ഇല്ലാത്ത അന്വേഷണമാണ് ഇതെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിലെ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെ ചുമതല ഇന്ന് നിർവഹിക്കുന്നത്. കേരളത്തിലെ സർക്കാർ അഴിമതിക്ക് എതിരായി പ്രതിജ്ഞാബദ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അന്വേഷണം ഏറ്റവും സുതാര്യമായിരിക്കും, ഏറ്റവും സത്യസന്ധമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ, ആ വിവരങ്ങളെ തുടർന്നുള്ള അന്വേഷണങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ നമുക്ക് ചർച്ചകൾ നടത്താൻ തീർച്ചയായും അതിന്റെ നിജസ്ഥിതി നമുക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി ലഭ്യമാകേണ്ടതുമുണ്ട്. അതുവരെ ചില വിവരങ്ങൾ മാത്രമാണ്. എന്താണ് അതിന്റെ സത്യമെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. ശ്രീ ജേക്കബ് ജോർജ്, കെ ബാബുവിനെതിരായ കേസിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള മാച്ച് ഫിക്സിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല വിജിലൻസ്. കെ എം മാണിയുടെ കേസിലും അത് അങ്ങനെ തന്നെയാണ്. അതായത് വിജിലൻസ് അതിൻ്റെ പല്ലും നഖവും ഉപയോഗിക്കുകയാണ്. മുൻപത്തേത് മാതിരി കൂട്ടിലിട്ട തത്തയുടെ അവസ്ഥയല്ല എന്നർത്ഥം. ഇവിടെ ജേക്കബ് തോമസ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടുകളാൽ നയിക്കപ്പെടുകയാണോ അതോ സർക്കാർ ഈ കാര്യത്തിൽ വിജിലൻസിനെ ഒരു ടൂളായി ഉപയോഗിക്കുകയാണോ? അഭിലാഷയും കെ എം മാണിയോ ഈ പറയുന്ന കെ ബാബുവോ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറയില്ല. ഞാനിത് തൽക്കാലം വിശ്വസിക്കുന്നുമില്ല. അവർ അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ വിജിലൻസ് അന്വേഷണം നടത്തുകയാണ്, കണ്ടുപിടിക്കട്ടെ. പക്ഷേ ഒരു വസ്തുത അവശേഷിക്കുന്നു. കഴിഞ്ഞ UDFൻ്റെ 5 വർഷത്തെ ഭരണകാലത്ത് ഏറ്റവും ഉയർന്നു കേട്ടത് അതിലെ ചില മന്ത്രിമാർക്കെതിരെ ഉണ്ടായ കടുത്ത അഴിമതി ആരോപണങ്ങളാണ്. ഈ അഴിമതി ആരോപണങ്ങളുടെ പേരിൽ തന്നെയാണ് ബാർ കോഴ മുതൽ എത്ര കോഴയുണ്ടായി. ആ കോഴകളുടെയും ആരോപണങ്ങളുടെയും അഴിമതികളുടെയും പേരിൽ തന്നെയാണ് UDF പരാജയപ്പെടുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരികയും ചെയ്തത്. ഒരു കാര്യമുണ്ട് അഭിലാഷ്, ഇവിടെ ജനാധിപത്യത്തിൻ്റെ പേരിൽ അധികാരത്തിലേറി രാജ്യം കട്ടുമുടിക്കുന്നവർ സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിക്കരുത്. അത് ശരിയായ ഒരു കാര്യമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവരാരും അഴിമതിക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആരെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കണം. അതിൻ്റെ തിക്തഫലം. ഇത് കേരളം അങ്ങനെ കട്ടുമുടിക്കാനുള്ള നാടല്ല. ജനാധിപത്യപരമായി, സാമൂഹികമായി, സാംസ്കാരികമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല ഇവിടെ അങ്ങ് കട്ടുമുടിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും വിജിലൻസിനെ തലപ്പത്തിരിക്കുന്ന ജേക്കബ് തോമസിന് അതിന് ശേഷിയുണ്ട്, അതിന് കരുത്തുണ്ട്. ആ ഒരു വഴിക്ക് അദ്ദേഹം പോകും. അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വ്യക്തിപരമായി അദ്ദേഹത്തെ കാണരുത്. ഇതിൽ ഗവൺമെൻറ്റിനും വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ജേക്കബ് തോമസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം കടമ ഓർമ്മിച്ചുകൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനത്ര അദ്ദേഹത്തിന് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ ജേക്കബ് തോമസിനെ ഉത്തരം പറയുകയും വേണം. കേരള സമൂഹത്തോട് മാത്രമല്ല സമാധാനം പറയുകയും വേണം. അദ്ദേഹത്തിന് താങ്കളോട് യോജിക്കുന്നു ശ്രീ ജേക്കബ് ജോർജ്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇന്നത്തെ 2 കേസുകൾ കൂടിയാകുമ്പോൾ കെ എം മാണിക്കെതിരെ ഇതാ 5ാമത്തെ അന്വേഷണവും നടക്കുകയാണ്. വളരെ ദ്രുതഗതിയിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് രാഷ്ട്രീയ ഉപചാലകളിൽ കേൾക്കുന്ന വർത്തമാനം. അങ്ങനെയാണെങ്കിൽ കെ എം മാണി വലിയ ബുദ്ധിമുട്ട് നേരിടും. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയാണോ വിജിലൻസിൻ്റെ തലപ്പത്തുള്ള ജേക്കബ് തോമസിനെ തന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന വിധത്തിൽ കേരള കോൺഗ്രസിൻ്റെ റിപ്പോർട്ടാണ് എന്ന പേരിൽ ഒരു കടലാസ് പുറത്തു വന്നത്? ഈ കേസുകളുടെ ഈ വ്യാജ കേസുകളുടെ ഒന്നും പേരിൽ കെ എം മാണി സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു ഭയപ്പാടുമില്ല. ഇത് നമ്മൾ കണ്ടതാ. കഴിഞ്ഞ 2 വർഷമായി കേരള കോൺഗ്രസിനെ തകർക്കാൻ, കെ എം മാണി സാറിനെ തകർക്കാനായി ഇവിടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഈ ആരോപണങ്ങളൊക്കെ നേരത്തെ ഉന്നയിച്ചതാ. ബേക്കറിക്കാരിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട്, പാറമടക്കാരിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വർണ്ണ വ്യാപാരിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാ. ഇനി ഈ കേസ് വരും, ഞങ്ങൾക്ക് വരട്ടെ. ഏത് കേസ് വന്നാലും അതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ശേഷിയും ചേമുഷിയും കേരള കോൺഗ്രസ് പാർട്ടിക്കും കെ എം മാണി സാറുമുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കേസിലേക്ക് എന്താ വസ്തുത? മാണി സാറ് ടാക്സ് ഇളവ് ചെയ്ത് കൊടുത്തു. കെ എം മാണി സാറിന് എങ്ങനെ സ്വന്തമായിട്ട് ടാക്സ് ഇളവ് കൊടുക്കാൻ സാധിക്കുന്നത്? അത് സബ്ജക്ട് കമ്മിറ്റിയിൽ വെച്ച് മന്ത്രിസഭയുടെ അനുമതിയോടുകൂടി മാത്രമേ ടാക്സ് ഇളവ് കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ആരെങ്കിലും വന്നാൽ കെ എം മാണിക്ക് ധനകാര്യമന്ത്രി എന്നതിനെ സൗകര്യം പോലെ ടാക്സ് ഇളവ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇവിടെയുള്ളത്. ഇത് വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കേസായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണ് കോഴിക്കേസിന് പരാതി കൊടുത്തിരിക്കുന്നത്? നോബിൾ മാത്യുവിനോട് മാണി സാറിന് വ്യക്തിപേരാക്കിയുണ്ട്. അദ്ദേഹം ചോദിച്ച സാറിന് ലഭിച്ചില്ല. ഐപി സാർ ലഭിച്ച DGP സാറും അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം ലഭിച്ചില്ല. അതിൽ താഴ്ന്ന സാറിന് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് മാണി സാറിന് വിഷമം തോന്നി. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ആയിക്കോട്ടെ സജി, അതൊക്കെ അന്വേഷിക്കട്ടെ വിജിലൻസ്. അതൊക്കെ വിജിലൻസ് അന്വേഷിക്കട്ടെ. ഈ നടക്കുന്ന അന്വേഷണങ്ങളിൽ നിങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. വിജിലൻസ് ഡയറക്ടറെ വല്ലാതെ അങ്ങ് ഉയർത്താനുള്ള ഒരു താല്പര്യം കേരള കോൺഗ്രസിൽ കാണുന്നു എന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ സെലക്റ്റീവായി ലീക്ക് ചെയ്തിട്ട് ഒടുവിൽ പിന്നെ ഇത് ഞങ്ങളുടേതല്ല എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ. എന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരു പരിഭ്രാന്തിയുമില്ല. പിന്നെ പാർട്ടി ചെയർമാൻ എന്താ പറഞ്ഞത്? പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയപ്പോൾ ചിലർക്കൊന്ന് ക്യാമ്പിൽ പറഞ്ഞു പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാത്തത് രാഷ്ട്രീയ മാന്യതയുടെ ഭാഗമാണ്, പുറത്തുവിട്ടിട്ടില്ല. ഇന്ന് ചാനലിൽ ചില വാർത്തകളൊക്കെ വന്നു. അതിനെ സംബന്ധിച്ച് പാർട്ടി ചെയർമാനും അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാനും ഒക്കെ പറഞ്ഞല്ലോ, രണ്ടുപേരും പറഞ്ഞല്ലോ. ഇവിടെ ഇന്ന് വന്ന വാർത്തയെ സംബന്ധിച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അത് ആധികാരികമായ പാർട്ടിയുടെ റിപ്പോർട്ടല്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് സൂചിപ്പിക്കുകയുണ്ടായി, ഈ നമ്മുടെ ജേക്കബ് തോമസ് അദ്ദേഹം വലിയ മാന്യനാണ്. അദ്ദേഹം അന്വേഷിച്ച് സത്യസന്ധമായി പഴുതുകൾ അടച്ച് ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാക്കും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്താണ് ഈ കേസ്? അല്ല, എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതവിടെ നിൽക്കട്ടെ. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ജേക്കബ് തോമസിനെ ടാർഗറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണ് എന്നാണ്. ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടിന്റെ കാര്യം ശരി, പിന്നീട് നിഷേധിച്ചു, ഇത് ഞങ്ങളുടെ റിപ്പോർട്ടല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയേണ്ടി വന്നത് ഏത് സാഹചര്യമാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടണം. പക്ഷേ ജേക്കബ് തോമസിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതാ മോശക്കാരനാണെന്ന് വരുത്തുക, അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടല്ലോ കേരള കോൺഗ്രസ് പാർട്ടിക്ക്. ഞാൻ ഒരു ദുരുദ്ദേശവുമില്ല. യഥാർത്ഥമായ സത്യം പറഞ്ഞ എനിക്ക് 2 മിനിറ്റ് അവസരം തരണം, അതിനിടയ്ക്ക് ഇടപെടരുത്. ഞാൻ പറഞ്ഞല്ലോ, ജേക്കബ് തോമസ് വലിയ മാന്യ ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, IPS ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പറഞ്ഞത് തന്റെ ഗവേഷണ പ്രബന്ധം പൂർത്തിയാക്കാനെന്ന് പറഞ്ഞ് 6 മാസം ലീവ് എടുത്തുകൊണ്ട് കൊല്ലം TKM കോളേജിൽ പഠിപ്പിക്കാൻ പോയി. ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തത് സത്യൻ നരവൂർ എന്ന് പറഞ്ഞ DCC സെക്രട്ടറി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ അന്വേഷണം നടന്നു. ഇതാണ്ട് ഡിവൈഎസ്പി ബി കൃഷ്ണകുമാർ അതിനെതിരെ കേസെടുത്തിരിക്കുന്നു. അതിന്റെ പേപ്പറാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് സത്യൻ നരവൂർ പരാതി കൊടുത്തു, നടപടിയില്ല.
നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതാ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ചോദിച്ചുകൊണ്ട് കത്ത് കൊടുത്തിരിക്കുന്നു. ഇതാണ് എന്റെ കയ്യിലിരിക്കുന്ന കത്ത്. ശരി, എന്നിട്ട് പിന്നെ നിങ്ങളുടെ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹം ഉന്നത സ്ഥാനങ്ങളിൽ എങ്ങനെ ഇരുന്നു എന്ന ചോദ്യമുണ്ട്. അല്ലാതെ ഇപ്പോൾ അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥ തലവൻ മോശക്കാരനാണെന്ന് പറയുകയല്ല. തുടരുക ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ. ശ്രീ ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കളുടെ ക്ലാസ്മേറ്റായ ജേക്കബ് തോമസും അതുപോലെ തന്നെ കോൺഗ്രസിലെ ഐ വിഭാഗവും ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് കെ എം മാണിയെ ഇത്രമേൽ ബുദ്ധിമുട്ടിച്ചത് എന്നൊരു തിയറി വിജയകരമായ അല്ല എങ്കിൽ പോലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. താങ്കൾക്ക് അതിനോട് പ്രതികരണം എന്താണ്? എന്റെ ക്ലാസ്മേറ്റ് ഒന്നുമല്ല ജേക്കബ് തോമസ്, ഞങ്ങൾ നാട്ടുകാരാണ്. മാണി സാറും പി സി ജോർജും ജേക്കബ് തോമസും ഞാനും ഒക്കെ ഒരു നാട്ടുകാരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പരിചയങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് എന്നുള്ളതല്ലാതെ വെറുതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ആ രേഖ എന്ന് പറയുന്ന ഒരു വ്യാജരേഖയാണ്. അത് കേരള കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും നിഷേധിച്ചു. ഇതിന്റെ ഈ അന്വേഷണ കമ്മിറ്റിയുടെ ചെയർമാനാണെന്ന് പറയുന്ന നമ്മുടെ CF സാർ അത് രാവിലെ തന്നെ നിഷേധിച്ചു. അതിലെ 2 അംഗങ്ങൾ എന്ന് പറയുന്ന ശ്രീ ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും ഈ മാർച്ച് 31 എന്ന് പറയുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്ന ഡേറ്റിൽ അവർ ഈ പാർട്ടി തന്നെ ഇല്ല. അവർ വേറെ പാർട്ടി ഉണ്ടാക്കി, ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കി പുറത്തു പോയതാണ്. ഇതൊരു വ്യാജരേഖയാണ്. മാണി സാർ ആദ്യമേ ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്തു. കാരണം ഇത് മാണി സാറിന് വളരെ വേണ്ടപ്പെട്ട ഒരാളുമായി ബന്ധപ്പെട്ട 1-2 കുട്ടികൾ ഇരുന്നാണ്, 1-2 കുട്ടികളല്ല 1-2 വ്യക്തികൾ ഇരുന്നുകൊണ്ടാണ് ഇത് എഴുതിയത്. അപ്പൊ അതുകൊണ്ട് അതറിഞ്ഞ് കാരണം ഞങ്ങൾ മനസ്സിലാക്കിയ ഭാഗം അത് കേരള കോൺഗ്രസിനകത്ത് തന്നെ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും ഒരു ബന്ധമുള്ള കാര്യമല്ല. ഇത് 1-2 ആളുകൾ, ചെറിയ താല്പര്യങ്ങളുള്ള ആളുകൾ, അവർക്ക് ഈ NDAയിലേക്ക് പോകാൻ ഇത്തിരി താല്പര്യമുള്ള ആളുകൾ, ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ആ ആളുകൾ എന്ത് എഴുതിയതാണ്. മാണി സാർ ഇത് അറിയാതെ ആദ്യമേ ഇതേതോ റിപ്പോർട്ടാണെന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ മാണി സാർ അത് കൃത്യമായി മനസ്സിലാക്കി വൈകിട്ട് അത് പാടെ നിഷേധിച്ചു. അല്ല, പാടെ നിഷേധിക്കേണ്ടി വന്നു എന്ന് പറയുന്നതല്ലേ ശ്രീ ജോസഫ് വാഴക്കൻ? ശരി, ഇവിടെ മാണി സാറിന്റെ ക്യാമ്പിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന രേഖ ഉണ്ടായത് എന്നുള്ളത് നിസ്തർക്കമാണല്ലോ. ഇവിടെ ഉയരുന്ന ആരോപണം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരോപണം കോൺഗ്രസിലെ ഒരു വിഭാഗം ചതിച്ചു എന്നുള്ളതിനേക്കാൾ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ കെ എം മാണിയോട് വ്യക്തിവൈരാഗ്യം പുലർത്തുന്ന ആളാണെന്നും ഇപ്പോൾ നടക്കുന്ന കേസുകൾ അതിന്റെ ഭാഗമാണെന്നും വരുത്തി തീർക്കാനാണ്. അതായിരിക്കുമല്ലോ ഉദ്ദേശം? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇവിടെ രാഷ്ട്രീയമായി ഈ UDFനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ട് എന്ന് ഉള്ള ഒരു ധാരണയുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇത് നിഷ്പക്ഷമതിയാണ് ശ്രീ ജേക്കബ് തോമസ് എന്നും ബോധ്യപ്പെടുത്താൻ ജേക്കബ് തോമസ് ഒരു നടപടി ചെയ്യണം. ശ്രീ അരുൺകുമാർ VS അച്യുതാനന്ദന്റെ മകന്റെ പേരിലും ഇതുപോലെ അനധികൃതമായ സ്വത്ത് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് കൂടി ഒന്ന് റെയ്ഡ് ചെയ്താൽ ഇദ്ദേഹം നീതിമാനാണ്, നിഷ്പക്ഷമതിയാണ് എന്നുള്ളതുകൂടി ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് ഞാൻ ശ്രമിക്കും. അല്ല, കഴിഞ്ഞ 5 വർഷവും വിജിലൻസിന് തലപ്പത്ത ആളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ശ്രീ വാഴക്കൻ. എന്തുകൊണ്ടാണ് റെയ്ഡ് നടത്താതിരുന്നത്? അത് ഇപ്പോഴല്ലേ അത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ അടുത്ത നാളില്ല, ഒരു മാസേ ആയിട്ടുള്ളൂ. പിന്നെ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ട് അദ്ദേഹം അനധികൃതമായ സ്വത്തുണ്ടാക്കിയെന്ന്. ആ റെയ്ഡ് കൂടെ നടക്കണം. അതല്ലാതെ UDFൽ പെട്ടിട്ടുള്ള ആളുകളെ മാത്രം റെയ്ഡ് ചെയ്താൽ പോരാ. അതുകൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹം നീതിമാനാണ്, നിഷ്പക്ഷമതിയാണെന്ന് ഞാൻ പറയും. ശരി, അങ്ങനെയാണ്. ശ്രീ രാജു എബ്രഹാം, അക്കാര്യം മാത്രമല്ല, സ്പോർട്സ് കൗൺസിൽ അഴിമതി ഉണ്ടല്ലോ. അഞ്ജു ബോബി ജോർജ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നതിന് മുൻപ് ഒരു കത്ത് കൊടുക്കുകയും ആ അർത്ഥത്തിൽ സ്പോർട്സ് കൗൺസിലിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ അതിന് 5 വർഷം മുൻപ് അത്തരം ഭരണസമിതികളിൽ ഇരുന്ന ആളുകളും അന്വേഷണ പരിധിയിൽ വരുമല്ലോ. അപ്പോൾ LDFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിക്കുന്ന അന്വേഷണത്തിന് ഈ വേഗതയില്ല, ഈ താല്പര്യമില്ല, ഈ കാര്യക്ഷമതയില്ല. അപ്പോഴാണ് വൈരനിര്യാതന ബുദ്ധിയാണോ എന്ന സംശയം ഉയരുന്നത്. അല്ല, VSന്റെ മകനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോഴാണ് ചെങ്ങന്നൂർ MLA ആയിരുന്ന ശ്രീ വിഷ്ണുനാഥ് നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത്. അന്വേഷണം അപ്പം തന്നെ തുടങ്ങിയതാണ്. 5 വർഷക്കാലം അടയിരിക്കുകയായിരുന്നു ഈ വിജിലൻസ് പോലീസും മറ്റ് പോലീസ് സംവിധാനങ്ങളും. അപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ ചക്കിട്ടപ്പാറയിൽ കരീമിനെതിരെ തെളിവില്ല എന്ന് വിജിലൻസ് കണ്ടെത്തിയതുപോലെ തന്നെ ഈ വിഷയത്തിലും തെളിവുകൾ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അന്നത്തെ വിജിലൻസിൻ്റെ അല്ലെ പോലീസ് സംവിധാനത്തിൻ്റെ പിടിപ്പുകേട് ആണ് എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ യാതൊരുവിധ പ്രാഥമികമായ അന്വേഷണത്തിൽ എന്തെങ്കിലും തുമ്പുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ എത്രയോ വേട്ടയാടിയതാണ് കഴിഞ്ഞ 5 വർഷക്കാലം. ഞങ്ങളുടെ നേതാക്കന്മാരെ എത്രയോ ആളുകളെയാണ് നിരപരാധികളെ തുറുങ്കിലടച്ചത്. അപ്പോൾ അത്രയും നീചമായിട്ടുള്ള അതിക്രമങ്ങൾ
യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ നടത്തിയ UDF ഇവരെയൊക്കെ വെറുതെ വിടും എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? വിചാരിക്കാമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇവിടെ ബാബുവിനെതിരെ, KM മാണിക്കെതിരെ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുമോ? ഒതുങ്ങി നിൽക്കില്ല. കാരണം ബാർ ഉടമകൾ 20 കോടി രൂപയാണ് പിരിച്ച് കൈക്കൂലി കൊടുത്തത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. അവർ മൊഴി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ആരൊക്കെ 10 കോടി ബാബുവിന് കൊടുത്തു, പിന്നെ ആർക്കൊക്കെ കൊടുത്തു? ഇതൊക്കെ അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ശരി, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ കേസിലാണ് KM മാണിക്ക് രാജിവെച്ച് പോകേണ്ടി വന്നത്. ശരി, തെളിവില്ലാഞ്ഞിട്ടാണോ? എല്ലാം അന്വേഷിക്കപ്പെടട്ടെ. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, വിജിലൻസ് ഡയറക്ടർക്ക് മുകളിൽ UDFകാർക്കെതിരെ മാത്രമേ ഉള്ളോ അന്വേഷണം നടത്താനുള്ള ഈ ഉത്സാഹം എന്ന സമ്മർദ്ദം ഇല്ലേ? എത്ര കാലം വിജിലൻസ് ഡയറക്ടർക്ക് ഈ ഉത്സാഹം കാണിക്കാൻ സാധിക്കും? എത്ര കാലം വിജിലൻസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയും? ഇതൊക്കെ വലിയ ചോദ്യചിഹ്നങ്ങളല്ലേ? CBI കേന്ദ്രത്തിലായാലും വിജിലൻസ് സംസ്ഥാനങ്ങളിലായാലും ഭരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലേക്ക് നീങ്ങിയാൽ എന്താണ് സംഭവിക്കുക സാധാരണഗതിയിൽ? ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയക്കാരുടെ നിക്ഷേപങ്ങൾ സംബന്ധിച്ച് ആദായ നികുതി വകുപ്പിനോട് വിവരങ്ങളൊക്കെ തേടിയിട്ടുണ്ട്. പക്ഷേ ഭരണകക്ഷിയിലെ ആർക്കെങ്കിലും എതിരെ നീങ്ങിയാൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളി നേരിടുന്നത് ജേക്കബ് തോമസ് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ആ വെല്ലുവിളി നേരിടുന്നുണ്ട്. കാരണം വിജിലൻസിന് എത്ര കണ്ട് സ്വാതന്ത്ര്യം എത്ര കാലം കൊടുക്കാൻ കഴിയും, ആ സ്വാതന്ത്ര്യം എത്ര കാലം അനുഭവിക്കാൻ കഴിയും? ഈ രണ്ട് വെല്ലുവിളികൾ രണ്ട് കൂട്ടരുടെയും മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ടും അത് സത്യം തന്നെയാണ്. പക്ഷേ തൽക്കാലം ജേക്കബ് തോമസ് ഒതുങ്ങുന്ന പ്രശ്നമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ഗവൺമെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണല്ലോ ടോമിൻ തച്ചങ്കരി. ആ തച്ചങ്കരിക്കെതിരെയും FIR കൊടുത്തില്ലേ ജേക്കബ് തോമസ്? അതിനുള്ള ശേഷി കാണിച്ചില്ലേ? ഇനിയിപ്പോൾ പലരിടക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ ചിലപ്പോൾ റെയ്ഡ് വന്നേക്കാം. കുറേയൊക്കെ വരട്ടെ. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ അധികം അഴിമതിയൊക്കെ കാണിച്ച് ഇവിടെ അങ്ങനെ സുഖമായിട്ട് കഴിയാമെന്ന് ആരും വിചാരിക്കരുത്. കേരളം ആ ഒരു പരിധി വിട്ട് കടന്നു പോയിരിക്കുന്നു. ആ ഒരു പരിധി ഇനിയും ലംഘിക്കാനാവില്ല എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലെ ബഹുമാന്യരായ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കണം. അതുകൊണ്ട് എത്ര കാലം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അഴിമതി കാണിക്കുന്നവരൊക്കെ ശിക്ഷിക്കപ്പെടുന്ന ഒരു ഉട്ടോപ്പിയായി കേരളം മാറുമോ എന്നുള്ളത് അറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. എത്ര ദൂരം അദ്ദേഹത്തിന് മുൻപോട്ട് പോകാൻ കഴിയും എന്ന കാര്യത്തിലും. ലാലി വിൻസെന്റ്, ലോക്കറിലെ 117 പവൻ സ്വർണത്തിന്റെ കാര്യം മാത്രമല്ല, FIR പരിശോധിച്ചാൽ തമിഴ്നാട്ടിൽ 120 ഏക്കർ ഭൂമി, റിനൈ മെഡിസിറ്റിയിൽ പങ്കാളിത്തം, റോയൽ ബേക്കറി ശൃംഖലയിൽ നിക്ഷേപം, ഇന്റർലോക്ക് ബ്രിക്ക് യൂണിറ്റ്സിൽ നിക്ഷേപം, ഇമ്പാക്ട് സ്റ്റീലിൽ നിക്ഷേപം, പിന്നെയാണ് ഈ ബെൻസിൻ്റെയും ഭൂമിയുടെയും ഒക്കെ മറ്റ് വിഷയങ്ങൾ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം ഇത്രയും സ്വത്തുണ്ടാക്കാനുള്ള വരുമാനം എന്ത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ, അത് അന്വേഷിക്കപ്പെടുമ്പോൾ കെ ബാബുവിന് മുൻ മന്ത്രി എന്നുള്ള നിലയിലോ കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലോ മുൻ MLA എന്നുള്ള നിലയിലോ ഒക്കെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി ഉണ്ടോ? പൂർണ്ണമായും അന്വേഷിക്കട്ടെ എന്ന നിലപാടെടുക്കേണ്ടേ കോൺഗ്രസ്? അതിൽ രാഷ്ട്രീയം കാണുന്നത് എന്തിനാണ്? അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണല്ലോ കോൺഗ്രസ് പറഞ്ഞത്. അന്വേഷണം വേണ്ട എന്ന് കോൺഗ്രസ് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ശ്രീ കെ ബാബുവും പറഞ്ഞിട്ടില്ല. 91 മുതൽ അദ്ദേഹം MLA ആയിരുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഭാര്യാപിതാവും മറ്റു പെൺമക്കളുടെ ബന്ധുക്കളും ഒക്കെ സാമാന്യ സാമ്പത്തിക സൗകര്യങ്ങൾ ഉള്ളവരായിരുന്നു. അന്വേഷണം നടക്കുമ്പോൾ അവർക്കും അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, വളരെ മിടുക്കനായ ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ? ഇടതുപക്ഷത്തുള്ള നേതാക്കന്മാരുടെ കൂടെ സ്വത്ത് അന്വേഷിക്കാൻ കഴിയുമോ? മിക്ക നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും തൊഴിൽ ചെയ്ത് കുടുംബം പോറ്റുന്നവരായിരുന്നില്ല. രാഷ്ട്രീയമായിരുന്നു അവരുടെ വരുമാന മാർഗവും തൊഴിലും. അങ്ങനെയിരിക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കാനുള്ള ആർജവം വിജിലൻസ് ഡയറക്ടർക്കുണ്ടോ? മുഖ്യമന്ത്രിയുടെ സ്വത്തിനെക്കുറിച്ചും നമുക്ക് ആരോപണങ്ങളുണ്ടല്ലോ. അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും വലിയ വീട് കെട്ടിയത്? അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും സ്വത്തുകാരനായത് എന്നൊരു ചോദ്യമുണ്ട്. മകൻ എങ്ങനെയാണ് വിദേശത്ത് പഠിക്കുന്നത്? ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളുടെ കാര്യം, വിദേശത്തുള്ള ബിസിനസ്സിൻ്റെ കാര്യം, അങ്ങനെ നോക്കിയാൽ
തൊഴിൽ രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ച അനേകം രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാം സ്വത്ത് അന്വേഷിക്കാൻ സർക്കാരിന് ബാധ്യതയുമുണ്ട്. ഒരു മുൻ മന്ത്രി കെ ബാബുവിലേക്കും ഒരു മുൻ മന്ത്രി മാണിയിലേക്കും മാത്രം നീണ്ടുപോകുന്ന അന്വേഷണം കൊണ്ട് ഇവിടെ ഒരു അഴിമതിയും തീരാൻ പോകുന്നില്ല. അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സ്ഥിതിക്ക് കോൺഗ്രസ് പാർട്ടി പറയുന്നു അന്വേഷണം നടന്നോട്ടെ, ശ്രീ കെ എം മാണിക്കും ശ്രീ കെ ബാബുവിനും അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള സാഹചര്യം ലഭിക്കും. ഈ ഭരണകൂടത്തിൻ്റെ കാലത്ത് തന്നെ എല്ലാവർക്കെതിരെയുള്ള അന്വേഷണവും നടന്നോട്ടെ, എല്ലാവർക്കും നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ജനങ്ങളെ നേരിടാൻ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും സാധിക്കുമെന്നാണ് കോൺഗ്രസ് പ്രത്യാശിക്കുന്നത്. ശരി, അതാണ് ശ്രീ രാജു എബ്രഹാം. ഇപ്പോൾ മുത്തൂറ്റിൽ ഒരു റെയ്ഡ് നടന്നപ്പോൾ അവിടെ ഏതൊക്കെ രാഷ്ട്രീയക്കാർക്ക് നിക്ഷേപമുണ്ട് എന്നതിന്റെ വിവരം വിജിലൻസ് കത്തെഴുതി ആരാഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും വരവെത്ര ചെലവെത്ര, അവരുടെ വരവിനനുസരിച്ചുള്ള ചെലവേ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യം പരിശോധിക്കാനുള്ള ആർജവം ഈ വിജിലൻസിന് ഉണ്ടാകുമോ? അതിന് അനുവദിക്കുമോ? നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്നത് ശരിയല്ല അഭിലാഷ്. ഏത് അഭിലാഷ് അല്ല, നടക്കില്ല, ഇങ്ങനെ ചർച്ച നടക്കില്ല അഭിലാഷ്. ഏത് ചർച്ച സജി? അഭിലാഷ്, അത് ശരിയല്ല നിങ്ങൾ കാണിക്കുന്നത്. ഏത് അഭിലാഷ്, ഇത് ശരിയല്ല. അഭിലാഷ്, കേരള കോൺഗ്രസിനെ ഒരു പ്രതിനിധിയെ കൊണ്ടിരുത്തി അപ്പുറം 3-4 പേരെ ഇരുത്തി കേരള, അല്ല ഇത് ശരിയല്ല. എന്തിനാ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? ശകലം രാഷ്ട്രീയ മര്യാദ കാണിക്കണം. ഇല്ല, ഇത് കേരള കോൺഗ്രസിന്റെ കാര്യം മാത്രമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിന്റെയും CPIM-ന്റെയും എല്ലാ പാർട്ടികളുടെയും കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് ശ്രീ സജി മഞ്ഞക്കടമ്പൻ. കേരള കോൺഗ്രസ് എന്ന പാർട്ടിയെ കുറിച്ചോ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിനെ കുറിച്ചോ മാത്രമല്ല ചർച്ച. ചർച്ചയുടെ ഭാഗമാണ് നിങ്ങളും. നിങ്ങളുടെ നേതാവിനെതിരെ FIR-കൾ ഉള്ളതുകൊണ്ട്, നിങ്ങളുടെ നേതാവിനെതിരെ അന്വേഷണം ഉള്ളതുകൊണ്ട് നിങ്ങളും ആ ചർച്ചയുടെ ഭാഗമാണ് എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ കേരള കോൺഗ്രസ് കേന്ദ്രീകൃത ചർച്ചയല്ല ഇത്. താങ്കൾ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള റിപ്പോർട്ടർ ചാനൽ ഇല്ലില്ല, ഒരാക്ഷേപവും താങ്കളുടെ പാർട്ടിക്കെതിരെയോ താങ്കളുടെ നേതാവിനെതിരെയോ ഇവിടെ സംസാരിച്ചവരാരും ഉന്നയിച്ചിട്ടില്ല ശ്രീ സജി മഞ്ഞക്കടമ്പൻ. താങ്കൾക്കെതിരെയോ താങ്കളുടെ പാർട്ടിക്കെതിരെയോ താങ്കളുടെ നേതാവിനെതിരെയോ ഒരാക്ഷേപവും ഉന്നയിച്ചിട്ടില്ല. ഇത് കേരള കോൺഗ്രസിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന പരിപാടിയല്ല. താങ്കളുടെ ശ്രദ്ധയ്ക്ക്, ഇത് കേരള കോൺഗ്രസിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന പരിപാടിയല്ല. എല്ലാ പാർട്ടികളെ കുറിച്ചും അവരുടെ നേതാക്കളെ കുറിച്ചും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ കുറിച്ചും ചർച്ച ചെയ്യും. അഴിമതി എന്നുള്ളത് നിങ്ങളുടെ പാർട്ടിയുടെ കുത്തകയൊന്നുമല്ലോ. ദയവായി തുടരൂ താങ്കൾ. ശ്രീ രാജു എബ്രഹാം, എല്ലാ പാർട്ടികളുടെയും നേതാക്കളുടെ സ്വത്തെന്ത്, വരുമാനമെന്ത് എന്ന് അന്വേഷിക്കാനുള്ള ആർജവം ഉണ്ടാകുമോ ഈ സർക്കാരിന്, ഈ വിജിലൻസിന്? അല്ല അഭിലാഷേ, ഇവിടെ ലാലി വിൽസനെ പോലെയുള്ള ഒരു നേതാവ് എത്ര ബാലിശമായ ഒരു ചർച്ചയാണ് നടത്തിയത്. പിണറായി വിജയന്റെ വീടിനെ സംബന്ധിച്ച ആക്ഷേപം, മലപ്പുറത്തുള്ള ഏതോ വലിയ ഗൾഫുകാരൻ്റെ വീടിന്റെ പടമെടുത്ത് നെറ്റിലിട്ട അതിലെ പ്രതി ഇന്ന് കേരളത്തിലെ സൈബർ പോലീസ്, ഞങ്ങൾ ഭരിക്കുമ്പോഴല്ലോ നിങ്ങൾ ഭരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ സൈബർ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി അയാളെ പ്രതിയാക്കി കേസ് നടക്കുകയല്ലേ. എത്രയോ ബാലിശമായ, എത്രയോ ഒരു നാണം കെട്ട രൂപത്തിലുള്ള ചർച്ചയാണ് ഇവിടെ പ്രിയപ്പെട്ട ലാലി വിൽസൺ നടത്തിയത്. അതേപോലെ തന്നെ മക്കൾക്ക് അവർ അന്നേ പുറത്തു വന്നല്ലേ, അവരൊക്കെ ബാങ്ക് ലോൺ എടുത്തും സ്കോളർഷിപ്പ് എടുത്തും പഠിച്ച കാര്യങ്ങൾ, ഇതൊക്കെ എത്രയോ തവണ പുറത്തു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏതു നേതാക്കന്മാർക്കെതിരായും ഏത് കേസന്വേഷണവും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, നിങ്ങൾ ഭരിച്ച 5 വർഷം നിങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചല്ലോ. എന്തേ ഒരാൾക്കെതിരെയും തെളിവ് വരാത്ത? ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇവിടെ ബാങ്ക് അക്കൗണ്ടുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല, പണമുണ്ടാക്കാൻ വേണ്ടിയല്ല. രാഷ്ട്ര നിർമ്മാണം, രാഷ്ട്ര ഒരു സേവനം എന്ന നിലയിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായി ജനങ്ങളിൽ നിന്ന് പണം പിരിക്കും. അത് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് അലവൻസ് നൽകും. ഞങ്ങൾക്ക് ട്രേഡ് യൂണിയനുകളുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഭരണഘടനാ പ്രകാരമുള്ള വരുമാനങ്ങൾ പാർട്ടിയിൽ ലഭിക്കും. ഇതല്ലാതെ മറ്റ് സംവിധാനങ്ങൾ, മറ്റ് വരുമാന മാർഗങ്ങൾ ഏതെങ്കിലും നേതാക്കന്മാർ കണ്ടെത്തിയാൽ അവർ പാർട്ടിയുടെ പടിക്ക് പുറത്തു പോകും. അതിന് യാതൊരു സംശയവുമില്ല. എത്രയോ അനുഭവങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നിട്ടും കേരളത്തിലെ ജനങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ CPM-നെ കാത്തുസൂക്ഷിക്കുന്നു, ഇടതുപക്ഷത്തെ കാത്തുസൂക്ഷിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പിൽ. ആ മാൻഡേറ്റ് അനുസരിച്ച് കേരളത്തിൽ ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ സജി മഞ്ഞക്കടമ്പൻ, അഴിമതി ആരോപണങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ നേരിടുക എന്നുള്ളത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. 5 ആരോപണങ്ങൾ, 5 സെപ്പറേറ്റ് കേസുകൾ KM മാണിക്കെതിരെ ഉണ്ട്. അത് അന്വേഷിക്കപ്പെടട്ടെ. എന്തിനാണ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? അന്വേഷിച്ചിട്ട് ഇനി നിങ്ങൾക്ക്
ഹിതകരമല്ലാത്ത വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള ഒരു റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്കവിടെ സ്വാതന്ത്ര്യമുണ്ട്. ആ റിപ്പോർട്ട് തള്ളിക്കാം, തെളിവുകൾ കോടതി മുൻപാകെ ഹാജരാക്കാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിരളുന്നത്? അഭിലാഷേ, ഞങ്ങൾ വിരളുന്നതല്ല. ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങൾ കോൺഗ്രസിന് 2 പേർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തു. ഞാൻ വന്നിരുന്നതിന് ശേഷം ശ്രീ രാജു അബ്രാഹത്തിന് 3 തവണ അവസരം കൊടുത്തു. കേരള കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഒരു വിരൾച്ചയുമില്ല. പക്ഷെ ഞങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ പറയുവാനുള്ള അവസരം ഇവിടെ ചാനലിൽ ഞങ്ങൾ വിളിച്ചു വരുത്തുകയാണെങ്കിൽ അത് പറയുവാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം. അതിനുവേണ്ടിയല്ല ഞങ്ങൾക്ക് വിരൾച്ച ഉണ്ടായിട്ടില്ല ഞാൻ ബഹളം വെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ ഇത്രയേറെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടു. മാണി സാർ പറഞ്ഞല്ലോ, ഒട്ടേറെ ആരോപണങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ആരോപണങ്ങൾ അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് അതിന് സത്യം പുറത്തു വരട്ടെ. ഞങ്ങൾക്ക് ഒരു വിഭ്രാന്തിയുമില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ജേക്കബ് തോമസ് എന്ന് പറഞ്ഞ വിജിലൻസ് ഡയറക്ടർ ആദർശവാനാണെന്നും പറഞ്ഞ് ഇവിടെ എല്ലാവരും വെള്ളപൂശുന്നു. ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. 24/7/2014 ശ്രീ ജേക്കബ് തോമസ് ADGP ആയി അധികാരമേക്കുന്നത് എന്തിനു വേണ്ടിയാ? ശ്രീ രമേശ് ചെന്നിത്തലയെ സ്വാധീനിച്ച് അദ്ദേഹത്തിന്റെ പേരിലുള്ള 2 കേസുകൾ ഇല്ലായ്മ ചെയ്യുവാൻ. ഒന്ന്, പോർട്ട് ഡയറക്ടർ ആയിരുന്നപ്പോൾ പ്രിയപ്പെട്ട സത്യൻ നരവൂർ എന്ന് പറഞ്ഞ DCC സെക്രട്ടറി കൊടുത്ത പരാതി. അത് രണ്ടാമത്തെ പരാതി എന്താ? ആ സത്യൻ നരവൂർ തന്നെ പറഞ്ഞിരിക്കുന്നു, IPS ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ് അദ്ദേഹം ജോലി രാജിവെച്ചുകൊണ്ട് തന്റെ ഗവേഷണ പ്രബന്ധം പൂർത്തിയാക്കാറുന്ന വ്യാജേന ജോലിയിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് ഇപ്പോൾ കേസുണ്ടോ? ഹൈക്കോടതിയിൽ എത്തിയിട്ട് ആ കേസിൽ എന്താണ് സംഭവിച്ചത്? ഹൈക്കോടതിയിൽ എത്തിയിട്ട് ആ കേസിൽ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ആളുകളെ? ഇപ്പോൾ കേസുണ്ടോ? ശരി, പണ്ട് എങ്ങോ ഒരു ആരോപണം ഉണ്ടായിരുന്നു, അത് അന്വേഷിച്ചിട്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയോ? ഞാൻ പറയട്ടെ, ആരാ അന്വേഷിച്ചത്? ജേക്കബ് തോമസ്. ആരാണ് രക്ഷിച്ചതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവാകുമോ? ഇപ്പോൾ കേസുണ്ടോ? ഇല്ലല്ലോ. മുൻപ് ആരോപണം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ആരോപണത്തിന് എന്ത് പറ്റി? അതാണ് ഞാൻ അഭിലാഷെ അതാ പറഞ്ഞ്, സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹം എന്തായിരുന്നു ചെയ്യേണ്ടത്? സത്യസന്ധനായ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ആരോപണം വരാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആരോപണം വരാൻ പാടില്ല എന്ന് നിർബന്ധമില്ലല്ലോ ശ്രീ സജി മഞ്ഞക്കടമ്പൻ. വിരോധമുള്ള ആർക്കും ഒരു ആരോപണം ഉന്നയിക്കാം. ആ ആരോപണം തെളിയിക്കപ്പെടണം. ആ ആരോപണത്തിൽ അല്പമെങ്കിലും സത്യമുണ്ടാകണം. എന്ത് സംഭവിച്ചു ആ കേസിന്? അതുകൂടി പറയൂ താങ്കൾ. കേസുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എന്ത് സംഭവിച്ചു ആ കേസിന്? അതാണല്ലോ അഭിലാഷ, എന്ത് സംഭവിച്ചു അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, IPS ഉദ്യോഗസ്ഥര് ജോലിയിലേക്ക് അദ്ദേഹത്തിന് ലീവ് എടുത്ത് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ അവകാശമുണ്ടോ? ഇല്ല. ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ ഓർഡറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഗുരുതരമായ തെറ്റാണ്. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഉള്ളതാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? രമേശ് ചെന്നിത്തലയെ സ്വാധീനിച്ചുകൊണ്ട് അന്ന് ADGP അധികാരത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ രമേശ് ചെന്നിത്തലയെ സ്വാധീനിച്ചു. നിങ്ങൾ ആ ഗൂഢാലോചന തിയറി ഒരിക്കൽ കൂടി പറയുകയാണ്. ഗൂഢാലോചന തിയറി കൊണ്ട് രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കും. പക്ഷേ ഈ 5 കേസിൽ നിങ്ങളുടെ ഭാഗം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയകരമാണ്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ കെ മാണിക്കെതിരെയും കെ ബാബുവിനെതിരെയുമുള്ള ആരോപണങ്ങൾ ശരിയാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ വസ്തുതാപരമായി ഈ കേസുകളൊക്കെ പരിശോധിക്കപ്പെട്ടാൽ അങ്ങനെ തന്നെ ആകുമോ കാര്യങ്ങൾ? അത്രയ്ക്ക് എളുപ്പമായിരിക്കുമോ ഈ 2 ആളുകളെയും സംബന്ധിച്ച കാര്യങ്ങൾ? കെ മാണിയെ സംബന്ധിച്ചാണെങ്കിൽ മുൻപ് പ്രതിപക്ഷം ബജറ്റ് വിറ്റു എന്നായിരുന്നു ആരോപിച്ചിരുന്നത്. അതിൻ്റെ പൊരുൾ എന്താണ് എന്ന് നമുക്കറിയാം. നികുതി സംബന്ധിച്ച് ആദ്യം രഹസ്യമായി ചില കമ്മ്യൂണിക്കേഷനുകൾ, അതായത് ഇത് ഉയർത്താൻ പോവുകയാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നു. പിന്നെ ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ അക്കാര്യത്തിലൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്നു. 2 കൂട്ടർക്കും ലാഭകരമായ ഒരു സെറ്റിൽമെൻറ്റിലെത്തുന്നു. ഈ ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ മര്യാദയ്ക്ക് അന്വേഷിച്ചാൽ എളുപ്പമായിരിക്കുമോ കെ മാണിക്കും കെ ബാബുവിനുമൊക്കെ? അല്ല, ജേക്കബ് തോമസ് വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ ഇതുപോലെ റെയ്ഡിനും അന്വേഷണത്തിനും ഇറങ്ങിത്തിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പോട്ടെ, എന്തും വരട്ടെ, ആ അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ദിവസങ്ങളുണ്ടല്ലോ, അന്ന് ചർച്ച ചെയ്യണമല്ലോ, അന്ന് ചർച്ച ചെയ്യാം. പക്ഷേ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ലാലി വിൻസെൻ്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാനൊന്ന് പറയട്ടെ. ലാലി വിൻസെൻറ്റിൻ്റെ നേതാവാണല്ലോ AK ആൻ്റണി. അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു, ഡൽഹിയിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ആർക്കും പറ്റില്ല. BJPക്ക് പോലും പറ്റില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രതിരോധ വകുപ്പിൽ പല ആരോപണങ്ങളുണ്ടായി. ഒരൊറ്റ BJPക്കാരൻ പോലും ആൻ്റണി അതിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞില്ല. VM സുധീരൻ KPCC അധ്യക്ഷൻ ഇവിടെ കുറച്ചു കാലം
ആരോഗ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം കാശ് മേടിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായ രീതിയിൽ മെഡിക്കൽ കോളേജിലെ അധ്യാപകരുടെ സ്ഥലമാറ്റം നടപ്പിലാക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഏറ്റവും മികച്ച രീതിയിൽ നടന്നത് സുധീറിൻ്റെ ഭരണകാലത്താണ്. അതേപോലെ ഇപ്പോഴത്തെ TM തോമസ് ഐസക്ക്, G സുധാകരൻ, മാത്യു T തോമസ്, ഇവരാരെങ്കിലും ഏതെങ്കിലും കാലത്ത് ഒരു 5 പൈസയുടെ കൈക്കൂലി മേടിക്കുമെന്ന് ആരെങ്കിലും പറയുമോ? പക്ഷേ ചില മന്ത്രിമാർ ഇവിടെ കൈക്കൂലി മേടിച്ചു, ആഡംബരം വൻതോതിൽ കൊള്ള നടത്തി എന്നുള്ള കാര്യം അങ്ങാടിപ്പാട്ടില്ലേ കേരളത്തിൽ? അതുകൊണ്ടല്ലേ LDF ഇപ്പോൾ ഭരിക്കുന്നത്? അഴിമതിയല്ലേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കാനുള്ള കാരണം? അതുകൊണ്ടാണ് ജേക്കബ് തോമസിന് എല്ലാ ശക്തിയും പിന്തുണയും നമ്മൾ കൊടുക്കണം. ജേക്കബ് തോമസ് വിജയകരമായി അന്വേഷിക്കണം. സജീവ് മഞ്ഞക്കടപ്പ് പറയുന്നു അദ്ദേഹത്തെക്കുറിച്ച്. എന്നാലും ജേക്കബ് തോമസ് ഒരു കോളേജിൽ പഠിപ്പിക്കാനല്ലേ, പിള്ളേരെ പഠിപ്പിക്കാനല്ലേ സജീവ് മഞ്ഞക്കടപ്പൻ പോയത്? അതെന്താ ഇത്ര വലിയ മഹാപാപമാണോ? അദ്ദേഹത്തിന്റെ ഉദ്യോഗത്തിൽ നിന്ന് അവധി എടുത്തിട്ട് ഒരു DKM കോളേജിലെ മാനേജ്മെന്റ് പിള്ളേരെ പഠിപ്പിക്കാൻ പോയി. പഠിപ്പിക്കാൻ പോകുന്നത് വലിയ 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 കാര്യമല്ലേ? അത് സജീവ് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് വിദ്യാഭ്യാസമൊക്കെ വേണം. അതൊക്കെ വലിയ കാര്യമാണ്. പിള്ളേരെ പഠിപ്പിക്കാൻ കഴിയുന്നത് വലിയ കാര്യമുണ്ട്, വലിയ പദവിയാണ്. അത് അംഗീകരിക്കേ. എത്ര രൂപയുടെ അഴിമതി? എത്ര രൂപയുടെ അഴിമതി? എത്ര രൂപ? കേസ് എവിടെ? എന്താണ് ആ കേസിന്റെ സ്റ്റാറ്റസ്? എത്ര രൂപ എന്ന് പറ. ഞാൻ ചോദിച്ചോളൂ, ആ കേസിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. ശരി, പോർട്ട് അഴിമതി, ജേക്കബ് തോമസ് എത്ര രൂപയുടെ കൈക്കൂലി? എത്ര രൂപയുടെ 19,000 രൂപ പ്രതിമാസം, അങ്ങനെ 6 മാസം ജോലി ചെയ്തു. വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും മലയാളത്തിൽ. തുടരുക. ശ്രീമതി ലാലി വിൻസെന്റ്, ഇവിടെ കേരള കോൺഗ്രസും ഒക്കെ പ്രത്യേകം പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. കേരള കോൺഗ്രസിന്റെ ന്യായം, കോൺഗ്രസിലെ ഒരു വിഭാഗം രമേശ് ചെന്നിത്തലയും പിന്നെ PC ജോർജും ജേക്കബ് തോമസും ജോസഫ് വാഴക്കനും ഒക്കെ ചേർന്ന ഒരു നെക്സസ് KM മാണിയെ ഒരു കുഴിയിലേക്ക് ഉന്തിയിട്ടു എന്നുള്ളതാണ്. അവർ ഇനിയുള്ള ദിവസങ്ങളിലും ഈ ന്യായം പറഞ്ഞായിരിക്കും ആരോപണങ്ങളെ പ്രതിരോധിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ മാത്രം പോരാ, കോൺഗ്രസിന്റെ മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നടക്കുന്ന അന്വേഷണത്തെ കൂടി ഭയപ്പെടേണ്ടതുണ്ട്. കൂടുതൽ മന്ത്രിമാർ ഇനിയിപ്പോൾ വിജിലൻസിന്റെ അന്വേഷണ വലയത്തിലേക്ക് വരുമോ എന്നുള്ളത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാത്തിരിക്കുകയാണ്. VM സുധീരൻ ഇന്നലെ എടുത്തിട്ടുള്ള നിലപാട് അറ്റ് പ്രസന്റ് നോ കമന്റ് എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷണമൊക്കെ അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ, ഇപ്പോൾ ഞങ്ങൾ കമന്റ് ചെയ്യുന്നില്ല എന്നുള്ള നിലപാട് കോൺഗ്രസിന് എടുക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ശ്രീ AK ആന്റണിയും ശ്രീ VM സുധീരനും ഒക്കെ ജനങ്ങൾക്ക് നൽകിയ മാതൃകയെ ബഹുമാനിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നയാളാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് നോ കമൻറ്റ് എന്ന് വെച്ചാൽ കമൻ്റ് ഇല്ല എന്നല്ല അർത്ഥം. പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടും പറയാൻ ഇപ്പോഴൊരു കമൻ്റ് ഇല്ല എന്നേ അർത്ഥമുള്ളൂ. എന്താണെങ്കിലും അന്വേഷണം നടക്കുന്നത് കോൺഗ്രസ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഴിമതി ആരോപണം വലിയ വിഷയമായതും ഞങ്ങളെപ്പോലെയുള്ള സ്ഥാനാർത്ഥികൾ ഈ അഴിമതി ആരോപണത്തിന് ഉത്തരം പറയേണ്ട പല സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ്. കോൺഗ്രസിൻ്റെ നല്ല ഭരണത്തെ ജനം ഓർമ്മിക്കാഞ്ഞിട്ടല്ല, പക്ഷേ അഴിമതി ആരോപണം ഉണ്ടായതുകൊണ്ട് അവർ നൽകുന്ന നികുതിയിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ട പണം അന്യായപ്പെട്ടു പോകുന്നല്ലോ എന്ന ആകുലത കൊണ്ട് ജനം കോൺഗ്രസിനെ വേണ്ട എന്ന് വെക്കാൻ ഒരു കാരണമായി എന്ന് കോൺഗ്രസും പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വരുന്ന കാലങ്ങളിൽ സത്യസന്ധമായ അന്വേഷണത്തിലൂടെ കോൺഗ്രസ് മന്ത്രിമാർ അഗ്നിശുദ്ധി വരുത്തി അവർ അങ്ങനെയുള്ള അഴിമതി ആരോപണങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അത് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉത്തരമായിരിക്കും. അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് അറ്റ് പ്രസന്റ് നോ കമന്റ് എന്ന്. പിന്നെ ശ്രീ രാജു എബ്രഹാം അങ്ങ് വളരെ മിടുക്കനായിട്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ യോഗ്യതയൊക്കെ അംഗീകരിക്കുന്നു കേട്ടോ, ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതി ആരോപണങ്ങളൊന്നും ഉണ്ടായില്ല എന്നൊന്നും പറയരുത്. ദേശാഭിമാനിയുടെ കണക്കില്ലാത്ത സ്വത്ത്, അന്നുണ്ടായ ആരോപണങ്ങൾ, ലോട്ടറി കുംഭകോണത്തിലുണ്ടായ ആരോപണങ്ങൾ, വിദേശികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്, വിദേശി മലയാളികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് ഒന്നും കേരളം മറന്നിട്ടില്ല. ലാവ്ലിൻ കേസ് പല സന്ദർഭത്തിലും എടുത്തു പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലത്തും LDFിൻ്റെ കാലത്തും അഴിമതിയും ഉണ്ടായിട്ടുണ്ട്, അത് മൂടി വയ്ക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരുടെയും അഴിമതി ആരോപണത്തെയോ അഴിമതിയെയോ അംഗീകരിക്കുന്ന ആളല്ല.
ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. ഞങ്ങളുടെ ആളുകൾക്ക് അവരുടെ സത്യം പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരവസരം ദൈവമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഭരണമായിട്ടും ശ്രീ ജേക്കബ് തോമസ് വഴിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രീ കെ ബാബുവിനും മറ്റുള്ളവർക്കും കഴിഞ്ഞാൽ ഞങ്ങളുടെ നിരപരാധിത്വം ജനം തിരിച്ചറിയും. പ്രതീക്ഷയാണുള്ളത്. ശ്രീ രാജു അബ്രഹാം, അപ്പോഴും ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അഴിമതി ആരോപണത്തെ തുടർന്ന് മുൻ മന്ത്രിമാരായിരുന്നവരുടെ വസതികൾ മാത്രമല്ല, അവരുടെ മക്കളുടെ, അവർ കല്യാണം കഴിച്ച വീടുകളുടെ ഒപ്പം ഇവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒക്കെ സമ്പാദ്യങ്ങളും മറ്റും പരിശോധിക്കപ്പെടുകയാണ്. അവിടങ്ങളിലൊക്കെ റെയ്ഡ് നടക്കുകയാണ്. അവരുടെ ബാങ്ക് ലോക്കറുകളിൽ ഇരിക്കുന്ന സ്വർണം പിടിച്ചെടുക്കുകയാണ്. ഇവരുടെയൊക്കെ വീടുകളിലിരിക്കുന്ന പണം, അതിലൊരു ബേക്കറി ഉടമ അദ്ദേഹത്തിൻ്റെ പണിക്കാർക്ക് കൂലി കൊടുക്കാനായി തൊട്ട് മുൻപത്തെ ദിവസത്തെ കളക്ഷൻ ശേഖരിച്ച് വെച്ചതാണെന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള പണമൊക്കെ പിടിച്ചെടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പക്ഷേ ഈ പറയുന്ന കെ ബാബുവും അദ്ദേഹത്തിനൊപ്പമുള്ളവരും പറയുന്നതാണ് ശരിയെങ്കിൽ വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. കാരണം ഈ അത്യാവേശം കാണിച്ചത് എന്തിനാണെന്ന് വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം മുന്നോട്ട് പോകാൻ. ആ കാര്യം നിങ്ങൾ എടുത്തു ചാടരുത്, അത്യാവേശം കാണിക്കരുത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകുക ജാഗ്രതയോടെ എന്നൊരു നിർദ്ദേശം വിജിലൻസിന് കൊടുക്കേണ്ടി വരുമോ? അല്ല അഭിലാഷേ, ഇവിടെ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ, എം പിമാർ, അല്ലെങ്കിൽ പല മന്ത്രിമാർ, MLA മാർ, അവരുടെയെങ്കിലും വീടുകളിൽ പോലീസ് റെയ്ഡ് ചെയ്യാൻ പോയില്ലല്ലോ. അപ്പോൾ ഇവിടെ പ്രാഥമികമായി ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും റെയ്ഡുകളുണ്ടാവും. അത് കേസന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ആ കേസന്വേഷണം കഴിഞ്ഞ തവണ 2 തവണ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയ ഘട്ടത്തിൽ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന 3 DYSPമാർ, ACPമാർ ചെയ്തില്ല എന്നുള്ളത് ഗുരുതരമായൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. അത് വേറെ തന്നെ അന്വേഷിക്കണം. ഈ പറയുന്ന അന്വേഷണങ്ങളുടെ വസ്തുതകൾ ശരിയാണ് എന്ന് വരികയാണെങ്കിൽ അന്ന് അന്വേഷണം നടത്തി കെ ബാബുവിനെ കുറ്റവിമുക്തനാക്കിയ ആ ഉദ്യോഗസ്ഥന്മാർ നടപടിക്ക് വിധേയമാകേണ്ടി വരും. അവർക്കെതിരെ കേസെടുക്കേണ്ടി വരും. സ്വാഭാവികമായും ആ നിലയിലേക്കുള്ള വഴിത്തിരിവിലേക്കും ഈ കേസ് പോകാൻ പോകുകയാണ്. പിന്നെ രണ്ടാമത്, ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന തെളിവുകൾ ഇവിടെ മാത്രം അവസാനിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഇനിയും ഇതിനപ്പുറത്തേക്ക് എവിടേക്കെങ്കിലും ഇത് പോകേണ്ടതുണ്ടോ? പോകണം. അങ്ങനെ പോകുക എന്നതാണ് സത്യസന്ധമായ ഒരു വിജിലൻസ് ചെയ്യേണ്ട കാര്യം. ഒട്ടേറെ നാളുകളായി ഇവിടെ കൂട്ടിൽ അകപ്പെട്ട തത്ത എന്ന് ഇതിലൊക്കെ എത്രയോ അതിനൊക്കെ എത്രയോ അപ്പുറമായിരുന്നു താല്പര്യമുള്ള അഴിമതിക്കാരെ കൊണ്ട് ഇത്തരം അന്വേഷണ സംവിധാനങ്ങളെ നിറയ്ക്കുന്ന സമീപനമായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മാറണം. കേരളം ഒരു പുതിയ കേരളമാവട്ടെ. അഴിമതി ഇല്ലാത്ത, അഴിമതിക്കാരില്ലാത്ത, അഴിമതിക്കാരെ തുറുങ്കിലടയ്ക്കുന്ന ഒരു കേരളമായി കേരളത്തെ മാറ്റണം. പിന്നെ ബഹുമാനപ്പെട്ട ലാലിവിൻസിനോടെല്ലാ ബഹുമാനവും വെച്ച് പറയട്ടെ, ലാവ്ലിൻ കേസ് വിചാരണയ്ക്കെടുക്കാൻ പോലും യോഗ്യതയില്ല ഉള്ള കേസല്ല എന്ന് പറഞ്ഞാണ് CBI തള്ളിയത്. ഏത് അന്വേഷണം, ഏത് CBI, ഏത് കോടതിയും അന്വേഷിച്ചോട്ടെ. കാരണം അതിന് അടിസ്ഥാനപരമായ തെളിവുകൾ പോലും ഇല്ലാതെ എങ്ങനെ വിചാരണ ചെയ്യും? അതിനെപ്പറ്റി നിങ്ങൾക്കും ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ കേന്ദ്രം ഉണ്ടായിരുന്നല്ലോ. ആ കേന്ദ്രമാണല്ലോ CBI വെച്ചത്. എന്തേ ഒന്നും ഒരു തെളിവ് പോലും ശേഖരിക്കാൻ ഇല്ലാതായി പോയത്? അപ്പോൾ അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ദയവ് ചെയ്ത് പറയരുത് എന്നാണ് ഒരു എളിയ അഭ്യർത്ഥന. ശരി, എന്തായാലും ഇനിയും ആ കേസ് വരാനുണ്ട് ഹൈക്കോടതി മുൻപാകെ. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, അഴിമതി ഇല്ലാത്ത കേരളം നിങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും പാടുന്ന ഒരു പല്ലവിയാണല്ലോ. സാധാരണഗതിയിൽ രാഷ്ട്രീയ അഴിമതി ഉണ്ടായാൽ അത് ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കുക, വളരെ അപൂർവം സന്ദർഭങ്ങളിലെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഒരു R ബാലകൃഷ്ണപിള്ള മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. മാറി മാറി വരുന്ന ഭരണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകുക, വിജിലൻസ് എന്നുള്ളത് വെറും ഒരു പാവയായി മാത്രം മാറുക, ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ശീലമാണ്. ആ ശീലം മാറി തുടങ്ങിയോ എന്നൊരു തോന്നൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പോലും അറിയില്ല. പക്ഷേ അതൊരു പ്രതീക്ഷയാണ്. ഇത് നാളത്തെ കേരളത്തിന് വേണ്ടിയുള്ള ഒരു മൂവ്മെൻ്റ് ആണെന്ന് കരുതിക്കൂടെ താങ്കളെപ്പോലെയുള്ള യുവ നേതാക്കൾക്ക്? കരുതാം, യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ ഞാനൊരു കാര്യം പറയാം. ഇവിടെ ശ്രീ ജേക്കബ് തോമസ്, അത് നിങ്ങൾ പറയാൻ അവസരം എന്താ? ജേക്കബ് തോമസ്
അത് ഈ ബാർക്കോഴ കേസിന്റെ ആദ്യം അന്വേഷണം നടന്നത് SP സുകേശനാണ്. വിൻസെന്റ് എംപോൾ, തുടർന്ന് ശങ്കർ റെഡ്ഡി ആയിരുന്നു ഈ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ DGPമാർ. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇല്ലിക്കാടൻ ജഡ്ജ് അദ്ദേഹം തുടരന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ എന്താ ജേക്കബ് തോമസ് പറഞ്ഞു? ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം പറഞ്ഞു സത്യം ജയിച്ചു. അദ്ദേഹം ആരാ? PC ജോർജ് ആണോ? പത്രപ്രസ്താവന എടുക്കാൻ സത്യം ജയിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം പറഞ്ഞു കോടതി അനുവദിച്ചാൽ നിങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അന്വേഷിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ വിജിലൻസ് കൂട്ടടക്കപ്പെട്ട തത്തയല്ല അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ പറയാൻ എന്താണ് അധികാരം? ഞാൻ പറഞ്ഞത് മുൻവിധിയോടുകൂടി KM മാണി സാറിനെ ഞാൻ ഈ കേസിൽ കുടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താ? ഞാൻ പറഞ്ഞത് പോർട്ട് ഡയറക്ടറായിരുന്നപ്പോൾ അന്നത്തെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴമ്പുണ്ട് നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യം, ജേക്കബ് തോമസിന് KM മാണിക്കെതിരെയും ബാബുവിനെതിരെയും മുൻവിധികൾ ഉണ്ടാകാം എന്നുള്ളതാണ്. അദ്ദേഹം അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു ചാമ്പ്യൻ കൂടിയാണ്. അദ്ദേഹം നമ്മളൊക്കെ ഒരു ഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് ഇനി സിവിൽ സർവീസ് തന്നെ അവസാനിപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ അരവിന്ദ് കെജ്രിവാളിനെ പോലെ രൂപീകരിക്കുമോ എന്ന് പോലുമായിരുന്നു. അദ്ദേഹം ഒരു അഴിമതി വിരുദ്ധ പ്രതീകമാണ്. അത് നിഷ്പക്ഷമായി വളരെ സ്വതന്ത്രമായി അന്വേഷണം നടത്തുന്നതിന് അദ്ദേഹത്തിന് മുകളിലുള്ള ഒരു സമ്മർദ്ദം കൂടിയാണോ? അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസ് തെളിയിക്കുക എന്നുള്ളത് വലിയൊരു സമ്മർദ്ദമായി മാറുമോ? മാധ്യമ ധർമ്മമല്ല, ഇത് മര്യാദയല്ല. നിങ്ങളുടെ ചാനൽ ഏകപക്ഷീയമായി ഒരു ഏകപക്ഷീയതയും ഇല്ല. സജി കേൾക്കൂ, രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് വേണ്ടി സമയം കൊടുത്തുകൊണ്ട് കേരള കോൺഗ്രസിന് സംസാരിക്കാൻ അവസരം തരാതെ നിങ്ങൾ മാധ്യമ മര്യാദ കാണിക്കാതിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ചാനലിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കേരള കോൺഗ്രസിനെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മാധ്യമ വിചാരണ കൊണ്ടൊന്നും കേരള കോൺഗ്രസ് പാർട്ടി തകരാൻ പോകുന്നില്ല. 2 വർഷമായി കേരള കോൺഗ്രസിനെ ഞങ്ങളൊക്കെ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ? ശ്രീ സജി മഞ്ഞക്കടമ്പൻ വലിയ പാർട്ടിയല്ലേ, അങ്ങനെയൊക്കെ പറയല്ലേ? അതിന് നേതൃത്വം കൊടുത്തത് റിപ്പോർട്ടർ ചാനല. അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാ. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉമ്മാക്കി ഒന്നും കാണിച്ച് KM മാണി സാറിനെയും കേരള കോൺഗ്രസ് പാർട്ടിയെ അപമാനിക്കാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് വിലപ്പോവില്ല, അത് നടപ്പാവില്ല എന്ന് മാത്രം സൂചിപ്പിച്ച് നിർത്തുക. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ പറഞ്ഞല്ലോ സാർ, ഞാൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അദ്ദേഹം ഇടപെട്ടില്ലേ? ശരി. ശ്രീ ജേക്കബ് ജോർജ്, ജേക്കബ് തോമസിന് മേൽ അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസ് ഒക്കെ പ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു വലിയ സമ്മർദ്ദം കൂടി ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അഭിലാഷ്, ജേക്കബ് തോമസ് ഒരു നിർദ്ദേശവുമായി അല്ലെങ്കിൽ ഒരു റെയ്ഡ് നടത്തണം, ഇതൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെ കാണിക്കും. ഗവൺമെൻറ് ഇതേക്കുറിച്ച് അറിവുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇന്ന ആളെക്കുറിച്ച്, ഏതെങ്കിലും ഒരു നേതാവിനെക്കുറിച്ച് ഇന്ന വിവരം കിട്ടിയിട്ടുണ്ട്, എനിക്ക് കൂടുതൽ അന്വേഷിക്കണം എന്ന് കണ്ട് ഒരു കുറിപ്പ് മുഖ്യമന്ത്രി കൊടുത്താൽ അഴിമതിക്കാരിയോ അന്വേഷിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമോ? ഏതെങ്കിലും മുഖ്യമന്ത്രിക്ക് അത് പറയാൻ തയ്യാറുണ്ടോ? ചിലപ്പോൾ പറയുന്നവർ കാണുമായിരിക്കും, പക്ഷേ പിണറായി വിജയൻ അങ്ങനെ പറയുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പോൾ KM മാണിയുടെ കാര്യത്തിലാണെങ്കിലും ബാബുവിൻ്റെ കാര്യത്തിലാണെങ്കിലും ടോമിൻ തച്ചങ്കരിയുടെ കാര്യത്തിലാണെങ്കിലും ആ ബന്ധപ്പെട്ട ഫയൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടാവും. അതായിരിക്കണം മുഖ്യമന്ത്രിയുടെ നിലപാട്, അതായിരിക്കണം കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ നേതാവിന്റെ. തീർച്ചയായും. എന്തായാലും താങ്കൾ ശുഭാപ്തി വിശ്വാസിയാണ്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ശ്രീ രാജു എബ്രഹാം, ശ്രീമതി ലാലി വിൻസെന്റ് സംസാരിച്ചു.